ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾക്കൊരു ഫ്രീ ഡേ ആണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ടെമ്പിൾ വരെ പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങൾ പോകുന്നത് പഴയ സൂക്കിനും ദുബായ് ക്രീക്കിനും സമീപമുള്ള ബർദുബായിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ തീരുമാനിച്ചു. ഈ ടെമ്പിൾ 1958 സ്ഥാപിതമായത്. മീന ബസാറിൻ്റെയും ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെയും തിരക്കുകൾക്കിടയിൽ ഒരു പരമ്പരാഗത കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഈ മനോഹരമായ ടെമ്പിൾ ഉള്ളത്. എല്ലാ ദിവസവും രാവിലെ 5 മുതൽ 10 വരെയും ഈവനിങ് 5 മുതൽ 9 വരെയും ഇവിടെ പ്രവേശിക്കാം. അമ്പലത്തിനകത്ത് വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ പാടില്ല. ഞങ്ങൾ പോകുന്നത് മെട്രോയിലാണ്. Your attention please. The train to Crete. രണ്ടാമത്തെ തവണയാണ് ഞങ്ങൾ ഈ വഴി വരുന്നത്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് വന്ന വഴി ഏതാണെന്നുള്ളത്. ഇദ്ദേഹത്തിന് ഓർമ്മയില്ല. എപ്പോഴും വന്ന വഴി മറക്കരുത്. നല്ല പൊരിഞ്ഞ വെയിലാണ് ഗൈസ്. സമയത്തായി 5:15 ആയപ്പോഴും നട്ടപ്പൊരി വെയിലാണ്. സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വന്നത് വെറുതെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പെരുന്നാളിൻ്റെ ലീവായതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അമ്പലത്തിലും തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. പോയി നോക്കാം. ഇതാണ് അമ്പലം. വേറെയും ദുബായും ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരമ്പരാഗത ബോട്ട് സർവീസാണ്. ദുബായിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. ഒരാൾക്ക് വരെ 1 ദിർഹം മാത്രമാണ് ഇവിടെ ചാർജായിട്ട് എടുക്കുന്നത്. നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കി നടന്നതാണ്. ഫോട്ടോ എടുത്തു, ബട്ട് തൃപ്തിയായില്ല. ഇനി എന്തായാലും ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാതെയാണ് വന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ മറ്റോ കണ്ടാൽ കയറി കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻറ്റ്, പക്ഷേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നല്ല തോന്നും. കാണാനൊരു മെനയും ഇല്ല. അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. എങ്ങനെയുണ്ട് ബിരിയാണി?
എൻ്റെ മോമോസ് ഞാൻ ബാക്കി വെച്ചു. ഏതായോ ബിരിയാണി ബിരിയാണി കഴിച്ചിറങ്ങിയിരിക്കുന്നു. നടക്കാൻ പറ്റുന്ന സ്ഥിതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എവിടെ വരെ പോകുന്നതിന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ അമ്പല ദർശനമെല്ലാം കഴിഞ്ഞു. അമ്പല ദർശനം കഴിഞ്ഞ് നല്ല ബിരിയാണി കഴിച്ചിട്ടാണ് പോകുന്നത്. ആരെങ്കിലും അമ്പലത്തിൽ പോയി വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാധാരണ അമ്പലത്തിൽ പോയി വന്നാൽ മസാല ദോശയൊക്കെ കഴിക്കും. പോകുന്നതിന് മുന്നേ അല്ല. ദുബായ് രാത്രിയാണ് കാണാൻ ഭംഗി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം രാത്രിയാണ്. പക്ഷേ നമ്മൾ ക്യാമറ ഐഫോൺ വാങ്ങിച്ചെന്നാൽ മതി, എനിക്കൊരു പ്രശ്നമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.